കഥാപാത്രങ്ങളൊക്കെ ശരിക്കും അവിടുന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ അവരുടെ വിദ്യാഭ്യാസ നിലവാരമാവട്ടെ, അവർ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാവട്ടെ, അവർക്ക് പങ്കുവെക്കാനുള്ള വിശേഷങ്ങളാവട്ടെ, അതിലൊക്കെ വൻ ഒറിജിനാലിറ്റിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ സൗണ്ട് സ്പേസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഈ കഥ നടക്കുന്ന നാട്, സാഹചര്യം, അവിടെ നമ്മൾ കേൾക്കാനിടയുള്ള ശബ്ദങ്ങൾ, അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഒക്കെ വളരെ രസമാണ്. ശരിക്കും ഒരു നല്ല ഹൈ ക്വാളിറ്റി നോവല് വായിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഫാമിലി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഫാമിലിയുടെ അവസാന ഫ്രെയിം നിശ്ചലമാകുമ്പോൾ അത് പല ചോദ്യങ്ങളും നമുക്ക് മുന്നിൽ ബാക്കി വയ്ക്കുന്നു. കാരണം ഈ സിനിമ അവസാനിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരിയധികം ലെയറുകളുള്ള ഒരു സിനിമയാണ്. സിനിമാറ്റോഗ്രാഫി ജലീൽ ബാദുഷ, ഫ്രെയിംസ് കാണണം. ആ ഒരു പ്രകൃതിയും പറയാൻ പോകുന്ന കഥയും അതിന്റെ മൂഡും അനുസരിച്ചിട്ട് ഗംഭീരമായിട്ട് വെച്ചിരിക്കുന്ന ഫ്രെയിംസ്. സംവിധാനത്തിന്റെ മികവുണ്ട്, എന്നാലും ഒരു ഫ്രെയിം അങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ പറയുമല്ലോ, അതങ്ങനെ ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻപുട്ട് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമിലി സ്ലോ പേസിൽ നീങ്ങുന്ന ഒരു സിനിമയാണ്. സ്റ്റില്ലായി നിൽക്കുന്ന ക്യാമറ കാണിക്കുന്ന പല വിഷ്വൽസും പേഴ്സണലി ഒരു മെഡിറ്റേറ്റീവ് ഫീൽ തരുന്നത് പോലെയാണ് തോന്നിയത്. വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു തീമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ചുറ്റിലുമുള്ള യഥാർത്ഥ വില്ലന്മാർ നമ്മുടെ സിനിമകളിൽ നമ്മൾ പതിവായി കാണുന്ന വില്ലന്മാരെ പോലെ ആയിരിക്കണമെന്നില്ല എന്ന തിരിച്ചറിവ് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. മെയിൻ സ്ട്രീം സിനിമകളിൽ പെടാത്ത ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഡോൺ പാലത്തറയുടെ ഫാമിലി.